ഹലോ വെൽക്കം ഗായ്സ്. പുതുമകൾ മാത്രം നൽകുന്ന രാജശ്രീ കൊലത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തിലാന്നൂർ കഴിഞ്ഞ് കാപ്പാട് കൊണ്ട് കടക്കര ക്ഷേത്രത്തിലേക്ക് വരുന്നൊരു വഴിയിലുള്ള ഒരു വയലാണ് നമ്മളീ കാണുന്നത് കേട്ടോ. നല്ല ലോങ്, നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വയൽ, നല്ല പച്ചപ്പ് കാണുന്നല്ലേ. എന്ത് സുന്ദരമായ വയൽ, പ്രകൃതി രമണീയമായി ഈ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് സത്യം ഈ രാജശ്രീ കോലത്തെ ബ്ലോഗിലൂടെ മാത്രമേ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ആ വയലിൻ്റെ ഗ്രാമീണത മുഴുവൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വയലിൽ നമ്മുടെ പോത്തിനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ പോത്ത് നല്ല സുന്ദരമായ വെള്ളത്തിൽ നോക്കിയാൽ ഞങ്ങൾ തല മാത്രം പുറത്ത് കാണുന്നു. 2 പോത്ത് അങ്ങനെയുണ്ട് ആ ചളി വെള്ളത്തിൽ. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഞാൻ സ്ഥലം പറഞ്ഞല്ലോ അല്ലേ, തിലാനൂരിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ കാപ്പാട്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, മറ്റേ കടക്കര ക്ഷേത്രത്തിലേക്കെല്ലാം പോകുന്ന ഒരു വഴിയിൽ ആ ഒരു വയലാണിത്. നല്ല സുന്ദരമായ കാഴ്ചയാണ് രാജശ്രീ കോലത്തെ ബ്ലോഗിലൂടെ നിങ്ങൾ കാണുന്നത്. പോത്ത് അങ്ങനെ വളരെ മനോഹരമായി ആഹാ ഈ ചൂടിന് ആ വെള്ളത്തിലിങ്ങനെ നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. പ്രകൃതി രമണീയമായ ഈ കാഴ്ചയാണ് ഇന്ന് രാജശ്രീ കോലത്തെ ബ്ലോഗിലൂടെ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ചാനൽ തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല പുതുപുത്തൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ തീർച്ചയായും നിങ്ങളുടെ മുന്നിലെത്തും, നിങ്ങളുടെ സ്വന്തം കോലത്ത് വരും. അപ്പോൾ തീർച്ചയായും നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറഞ്ഞ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വിശേഷമായി നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നമ്മുടെ ആശാൻ വെള്ളത്തിൽ നിന്ന് മെല്ലെ എണീച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈ. ഹലോ ഗായ്സ്, നമുക്ക് വീണ്ടും അടുത്ത ഒരു പുതിയ വിഷയമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ എത്തും, നിങ്ങളുടെ സ്വന്തം കോലത്തുവായിരുന്നു.